പക്ഷേ ഇയാൾ കാണിച്ച വെറും തെണ്ടിത്തരം. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ആൾക്കാരെയൊന്നും വൈറ്റ് വാഷ് ചെയ്ത് കാണിച്ചിട്ട് ഒരു കാര്യമില്ല. എങ്ങനെ വെളുപ്പിക്കാൻ ശ്രമിച്ചാലും ആൾക്ക് അതിനുള്ള മറുപടി കിട്ടിയിരിക്കും. കോൺഗ്രസ് ടിക്കറ്റിൽ പാലക്കാട് നിന്ന് മത്സരിച്ച് വിജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അടുത്തിടെയാണ് ബലാത്സംഗ കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയത്. അന്നു മുതൽ തന്നെ PR വർക്കുകൾ, രാഹുലിനെ വെളുപ്പിക്കാനുള്ള PR വർക്കുകൾ വളരെ സജീവമായി നടക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഒരു ഇന്റർവ്യൂ പുറത്തു വന്നത്. അതിലും ഈ വെള്ളപൂശൽ പ്രകടമായി നമ്മൾ കണ്ടതാണ്. എന്നാൽ ജനങ്ങൾ ഇതെല്ലാം വിലയിരുത്തുന്നുണ്ട്. നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം. രാഹുൽ മാങ്കൂട്ടൻ്റെ ഇൻ്റർവ്യൂ അല്ലായിരുന്നു. ഞാൻ അങ്ങനെ ഇതെല്ലാം സത്യം തെളിയുമെന്ന് പറഞ്ഞു. സത്യം തെളിയുമെന്ന് പറഞ്ഞാൽ ചുമ്മാ വന്നൊരു പെങ്കൊച്ച് ഗൾഫിൽ കിടക്കുന്ന ആൾക്കാർ, പുള്ളിക്കാരന് സ്വന്തമായിട്ടൊരു വീടെടുത്ത് താമസിക്കാനല്ല, എപ്പോഴും ലോഡ്ജിലല്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. അയാൾ ഇപ്പോൾ നോക്കാൻ VIP റോളിൽ ലോഡ്ജുകളിൽ മാത്രമേ റൂമുകളുള്ളൂ. എൻ്റെ റൂം ആ റൂമാണ് രാഹുലിന്. അതിന് തന്നെ ഒരു നമുക്ക് അതിൻ്റെ കള്ളത്തരം മനസ്സിലാവും. ആ ഇന്റർവ്യൂവിൽ നമ്മൾ കാണുമ്പോൾ വല്ലാണ്ട് വൈറ്റ് വാഷ് ചെയ്യുന്ന ഒരു വെളുപ്പിച്ചെടുക്കാനുള്ള ഒരു ശ്രമമുണ്ട് അല്ലേ? കള്ളത്തരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ നല്ല പിള്ളയാണെന്ന് ഉള്ള രീതിയിലുള്ള വർത്തമാനം പറയുന്ന രീതിയിലേക്കാണ് പുള്ളി ചെയ്തിട്ടുണ്ടായത്. എത്ര വെളുപ്പിച്ചാലും കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം അല്ലേ? കേരളത്തിലെ ജനങ്ങൾ മണ്ഡലം വിദ്യാഭ്യാസവും ആരോഗ്യവും എല്ലാം ഉള്ള ആൾക്കാരാണ്. അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. കള്ളത്തരം ചെയ്താലും എന്ത് ചെയ്താലും അത് കണ്ടുപിടിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ആൾക്കാരെയൊന്നും വൈറ്റ് വാഷ് ചെയ്ത് കാണിച്ചിട്ട് ഒരു കാര്യമില്ല. സ്ത്രീകളോട് ഇത്രയും അപമര്യാദയായി പെരുമാറുന്ന ഒരാളെ പറ്റി എനിക്ക് വളരെ മോശം അഭിപ്രായമാണ്. അങ്ങനെ ഒരു ആൾ പുറത്തിറങ്ങാൻ പോലും പാടില്ല. അങ്ങനെ ലൈഫിൽ അങ്ങനെ അകത്ത് തന്നെ കിടക്കും. ആള് ചെയ്തതിനുള്ളത് എന്തായാലും ജനങ്ങൾ ആൾക്ക് മറുപടി കൊടുക്കും, അതുറപ്പാണ്. എങ്ങനെ വെളുപ്പിക്കാൻ ശ്രമിച്ചാലും ആൾക്ക് അതിനുള്ള മറുപടി കിട്ടിയിരിക്കും. ആരായാലും ശിക്ഷിക്കപ്പെടണം, അതേ ഉള്ളൂ. തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം. അത് തന്നെ. രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ നടത്തി പോയോണ്ട് കാര്യമില്ലല്ലോ. ആള് തെറ്റുകാരനെന്നുള്ള പൊതുവിൽ സമൂഹം അങ്ങനെയാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ആളെ വെളുപ്പിക്കുക എന്നുള്ളത് അവരൊരു രാഷ്ട്രീയ നിലപാടായിരിക്കും. അത് പ്രത്യേകിച്ച് ഇത് തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരു MLA ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വെളുപ്പിച്ചെടുക്കുക എന്നുള്ളൊരു പൊതു സമൂഹം അതിനോട് ആ അർത്ഥത്തിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ ദൃശ്യമാധ്യമങ്ങളൊക്കെ തന്നെ കുറേയൊക്കെ അതിനെ വെളുപ്പിക്കുക എന്നുള്ളത് നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. അത് കണ്ടുകൊണ്ടാണ് ജനങ്ങൾ കാണുന്നത്. ജനങ്ങൾ കാണുമ്പോൾ എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയക്കാർ, അവരെ ഒരു രാഷ്ട്രീയം ഉണ്ടാവില്ല, ആ രാഷ്ട്രീയക്കാരൊക്കെ തന്നെ അയാൾക്ക് വേണ്ടി പരസ്യമായിട്ട് രംഗത്തിറങ്ങുകയും അയാൾ അതിനു വേണ്ടിയിട്ട് PR വർക്ക് വരെ നടത്തുന്നുണ്ട്. അത് കൃത്യമാണ്, നമുക്കറിയാം. സമൂഹത്തെ മാതൃക കാട്ടേണ്ട ആൾക്കാർ ഒരിക്കലും ഇങ്ങനെ വേറൊരു തെറ്റ് ചെയ്യാൻ പാടില്ല. സമൂഹത്തിന് മാതൃകയായിരിക്കണം. അതായത് അത് കണ്ടിട്ടാണ് സമൂഹം മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ മാതൃകപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ആൾക്കാർ മാത്രമേ സമൂഹത്തിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ പാടുള്ളൂ. അതാണ് എൻ്റെ അഭിപ്രായം. ജനപ്രതിനിധികൾ അതൊരു റോൾ മോഡലായിരിക്കണമല്ലോ, ജനങ്ങളുടെ റോൾ മോഡലായിരിക്കണം. അതേ മാത്രമേ എനിക്കുള്ളൂ. അങ്ങനെ കുറിച്ച് നല്ല അഭിപ്രായം നമുക്ക് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ പൊട്ടതോ, കാരണം ഇത്രയും രാഷ്ട്രീയത്തിൽ ജനങ്ങളെ എന്നിട്ട് നല്ല വൃത്തിയായിട്ടിരുന്നിട്ട് ഇങ്ങനെ ഒരു ഇത് കാണിക്കുന്നത് ഒരു പന്ന പരിപാടിയാണ്. പാർട്ടിക്ക് കൂടെ ഒരു മോശമായി ചീത്തപ്പേരുണ്ടാക്കുന്ന ഒരു പരിപാടിയല്ലേ. നമ്മളത് കാണിക്കുന്നത് ശരിയല്ലല്ലോ, അത് തെറ്റല്ലേ ആ അഭിപ്രായം. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ രാഹുൽ പൂർണ്ണമായും പരാജയപ്പെട്ടു അല്ലേ? അതെ, ഉറപ്പാണ്, ഷുഗറായിട്ടും അങ്ങനെ തന്നെയാണ്. പുള്ളിക്കാരൻ ഒരു MLA ആയപ്പോൾ എന്തും ചെയ്തു കളയാന്നുള്ളൊരു തോന്നലുണ്ടായി പുള്ളിക്ക്. അതിന് കൂട്ട് നിൽക്കാൻ വേണ്ടി കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യുന്നത്, ഷാഫി പറമ്പിനെ പോലെയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും അതിന് സപ്പോർട്ട് ചെയ്യും. കോൺഗ്രസ്സിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞിട്ടും പുറത്താക്കാതെ തന്നെ അവർ പിറകെ നിന്ന് സപ്പോർട്ട് ചെയ്യുകയാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എന്ന് പറയുമ്പോൾ നമ്മളവിടുത്തെ അവരുടെ രീതി അങ്ങനെയാണ്. അവർ പറയുന്നത് ഞങ്ങൾ കോൺഗ്രസ്സിൽ നിന്ന് ഞങ്ങൾ പുറത്താക്കി, ഇനിയിപ്പോൾ ഒരു സഹകരണമില്ല. എന്നാലും ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോഴും ജാമ്യം കിട്ടുമ്പോഴും അവർക്ക് അഭിവാദ്യം പറയുകയും അവരെ സ്വീകരിക്കുകയും രാവിലെ ഓഫീസ് തുറക്കുകയൊക്കെ ചെയ്യുന്നു. ഒരു പാലക്കാട് ജില്ലയിൽ എല്ലാം വാരിയെടുത്തേക്കാം, എല്ലാം ചെയ്തേക്കാം എന്ന് പറഞ്ഞ് നിന്ന് ആൾക്കാരെ പറ്റിച്ച് വോട്ട് വാങ്ങിച്ച് ജയിച്ച ആൾ ഈ ഷാഫി പറമ്പിനെ പോയും ഈ മാങ്കൂട്ടിനെ പോലെയുള്ള ആൾക്കാർ കബളിപ്പിക്കുകയാണ്. അതിനെല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും കോൺഗ്രസിൻ്റെ ലീഡറുമാണ്. ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ജനങ്ങൾ ഇനി നിൽക്കുന്ന മണ്ഡലം അദ്ദേഹം ചെന്ന് നിന്നാൽ അവിടുത്തെ ജനങ്ങൾ മറുപടി പറയും. അത് കേരളമാണെന്നുള്ളൊരു ബോധം ജനങ്ങൾക്കുണ്ട്. ആ കേരളത്തിലുള്ള ജനങ്ങൾ ആ ബോധത്തോടുകൂടി തന്നെ കൈകാര്യം ചെയ്യും. അത് ചെയ്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ചില നീക്കുപോക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് പല കാര്യങ്ങൾ കൊണ്ടും. മറ്റ് മതവിശ്വാസമൊക്കെ ആയിട്ട് പോയിട്ടുണ്ടാവും. പക്ഷേ പാലക്കാട്ടെ ജനങ്ങൾ അനുസരിച്ച് തന്നെ കൈകാര്യം ചെയ്യുന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത് കേട്ടോ.